Hi friends, we are going to discuss a case scenario from Chapter 2 Modern Business Environment, and this case study relates to the topic. This is not a case study, it's a case scenario. This relates to the topic gain sharing arrangement. Okay, gain sharing arrangement എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കേസ് സിനാരിയോ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് എടുത്തേക്കുന്ന കേസ് സിനാരിയോ ആണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇതേപോലെയുള്ള കേസ് സ്റ്റഡീസും കേസ് സിനാരിയോസും SCMPയുടെ ആവശ്യമുണ്ടെങ്കിൽ teacherbro.com എന്ന് പറഞ്ഞ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഓൾറെഡി ചാപ്റ്റർ 6 ഡിസിഷൻ മേക്കിംഗ്, ചാപ്റ്റർ 7 പ്രൈസിങ് ഡിസിഷൻ ഇത് ഫുൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനതല്ലാതെ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇങ്ങനെ ഓരോ കേസ് സ്റ്റഡീസ് ഡിസ്കസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഓപ്പൺ കോഴ്സാണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിലെല്ലാം സ്ട്രക്ചർ ചെയ്ത് ഉണ്ട്. യൂട്യൂബിൽ നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാം നല്ല ഓർഡർ ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ശരി, സോ സമയം കളയുന്നില്ല, ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചാപ്റ്റർ 2 മോഡേൺ ബിസിനസ് എൻവയോൺമെൻറ്റ് കേസ് സിനാരിയോ ആണ്. ദിസ് റിലേറ്റ്സ് ടു ദ ടോപ്പിക് ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ അല്ലടാ? സോ കേസ് സിനാരിയോ ഒന്ന് വായിക്കാം. നമുക്ക് കേസ് എന്താണെന്ന് വായിക്കാം. സോ Raya Healthcare Limited is a leading health service provider in Mumbai. It has approximately 450 potential beds. It provides diagnostic and daycare specialty facilities also. In diagnostic centers, they are using traditional devices for CT scan and MRI, which are not enough as per demand. So, they are a leading healthcare service provider. They are doing diagnostic services also. In diagnostic center, they are using traditional services for traditional devices for CT scan and MRI, which are not enough as per the demand. So the problem is that this company is not able to meet the demand of its customers because they are using traditional devices for this diagnostic services. മനസ്സിലായടാ? ഇപ്പോൾ ഹെൽത്ത് കെയറിൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത്, എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കേണ്ടത്, അതിനാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. സോ ആ ഡയഗ്നോസിസിന് വേണ്ടി സ്കാൻ ചെയ്യുന്നുണ്ടല്ലോ, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ ഉണ്ട് ഇവർക്ക്. സോ ആ സ്കാനിങ്ങിന് ഇവർ യൂസ് ചെയ്യണത് ട്രഡീഷണൽ ഡിവൈസസ് ആണ്. ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു മീറ്റ് ദെയർ ഡിമാൻഡ് എന്നാണ് പറയണത്. ഓക്കെ, ശരി. Patients waited for more than 6 weeks for CT and MRI scan. കണ്ടോ, പേഷ്യൻസ് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പേഷ്യൻസ് ആർ വെയിറ്റിംഗ് ഫോർ മോർ ദാൻ വീക്സ്, 6 weeks അല്ല, സോറി, മോർ ദാൻ വീക്സ് ഫോർ CT and MRI scans. This problem can cause delay in diagnosing illness, waste of time and other resources, not just in radiology but throughout the healthcare system. അപ്പോൾ since they are using traditional devices, patients need to wait for long time. They are waiting more than weeks for getting their diagnostic report. അവർക്ക് എന്താണ് അസുഖം എന്ന് തിരിച്ചറിയാൻ അവർ ഒരു വീക്കിൽ കൂടുതലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഇവർക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? ഇൽനെസ് ഡയഗ്നോസ് ചെയ്യാൻ ഡിലേ വരുന്നുണ്ട്, വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ് വരുന്നുണ്ട്. ടൈമും റിസോഴ്സൊക്കെ വേസ്റ്റായി പോകുന്നുണ്ട്. Not just in this radiology department but throughout the system, because diagnosis is the first step in a treatment. A treatment process le first step ആണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ. എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചാലേ ഇനി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിന് ജോലി ആവുള്ളൂ, അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് കിട്ടാത്തത് കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും റിസോഴ്സസ് വേസ്റ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. Raya has planned to outsource CT scan and MRI services to Live Life, which has world-class international chain of diagnostic center. Live Life promised to provide radiologist report within 24 hours. So this company, Raya, they are planning to outsource this diagnosing services to another company, which is Live Life. They are world class international chain of diagnostic center.
and their promise is that they can deliver the report in 24 hours. 24 മണിക്കൂറിൽ റിപ്പോർട്ട് ഡെലിവർ ചെയ്യാമെന്നാണ് അവരുടെ പ്രോമിസ്. ബട്ട് ഹൗഎവർ finance manager of Raya doubt that it will not be a profitable arrangement. So finance manager പറയുന്നത് ഇത് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആക്കാൻ പറ്റുമെന്ന് അയാൾക്ക് അറിയില്ല. For the satisfaction of Raya, Live Life has entered an agreement to provide its services to Raya with no guarantee of receiving payment. So they are going to enter into an agreement. Raya പറഞ്ഞു, Live Life പറഞ്ഞു, ഓക്കെ നമുക്കൊരു അഗ്രിമെൻറ്റിൽ എത്താം, എനിക്ക് ഗ്യാരണ്ടീഡ് പേയ്മെൻ്റ് ഒന്നും വേണ്ട. Raya agrees to the following conditions. So കണ്ടീഷൻ ഇതാണ് അഗ്രിമെൻറ്റിൽ. Cost savings generated in the first year, the same will be retained by Live Life. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്തെങ്കിലും, അതായത് അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ എന്തെങ്കിലും കോസ്റ്റ് സേവിങ്സ് ഉണ്ടെങ്കിൽ ആർക്ക്, ഇഫ് ദർ ഇസ് സം കോസ്റ്റ് സേവിങ്സ് ഫോർ റയ, ദെൻ ദാറ്റ് കോസ്റ്റ് സേവിങ്സ് വിൽ ബി റീറ്റെയിൻഡ് ബൈ ലിവ് ലൈഫ്. ഓക്കെ, അതാണ് അവരുടെ ടേംസ്. സെക്കൻഡ് പോയിന്റ്, കോസ്റ്റ് സേവിങ്സ് ജനറേറ്റഡ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ. സോ അടുത്ത 2 വർഷം, സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ, ഇഫ് ദർ ഇസ് സം കോസ്റ്റ് സേവിങ്സ് ഫോർ റയ ലിമിറ്റഡ്, then that will be shared between Raya and Live Life in the ratio of 30% to 70%. So 30% of the cost savings will be can be retained by Raya. Balance 70% of the cost savings will have to be given to Live Life. Okay, and cost savings generated in the 4th year will be passed to Raya. 4th year ലുള്ള cost savings റയക്ക് കിട്ടും. സോ വേണമെങ്കിൽ ഇതൊരു 4 ഇയറിലുള്ള അഗ്രിമെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ഇയർ എന്ത് ചെയ്യും, സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ എന്ത് ചെയ്യും, ഫോർത്ത് ഇയർ എന്ത് ചെയ്യും എന്ന് ഒരു അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, എനി കോസ്റ്റ് സേവിങ്സ് ജനറേറ്റഡ് ബൈ ആൻ ഐഡിയ പ്രൊപ്പോസ്ഡ് എക്സ്ക്ലൂസീവ്ലി ബൈ റയ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് by Live Life will be immediately passed along to Raya. So if there is some cost savings generated as a result of idea which is proposed by Raya തന്നെ പറയാണ്, ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോസ്റ്റ് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആരുടെ ഐഡിയ ആണ്? റയയുടെ ഐഡിയ ആണ്. ആ ഒരു ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ലിവ് ലൈഫിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടാത്തൊരു ഐഡിയ ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എനി ബെനിഫിറ്റ് അല്ലെങ്കിൽ എനി കോസ്റ്റ് സേവിങ്സ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി പാസ്ഡ് എലോങ് ടു റയ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കോസ്റ്റ് സേവിങ്സ് ആർക്ക് തന്നെ റീറ്റെയിൻ ചെയ്യാം? റയക്ക് തന്നെ റീറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ റിക്വയർഡ് എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഡിസ്കസ് ദി അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ റയ ആൻഡ് ലിവ് ലൈഫ്. ഈ അഗ്രിമെൻറ്റ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അഗ്രിമെൻറ്റിൻ്റെ ബെനിഫിറ്റ് എഴുതുക, അങ്ങനെ എഴുതാതൊന്നുമില്ല. ദ കീവേഡ് യൂസ്ഡ് ഇസ് ഡിസ്കസ്. അപ്പോൾ ഈ അഗ്രിമെൻ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ അഗ്രിമെൻറ്റിൻ്റെ കുറിച്ച് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഔട്ട്സോഴ്സ് എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിചാരിക്കും ഇത് ഔട്ട്സോഴ്സിങ് അഗ്രിമെൻ്റ് ആണ്. സോ നമുക്ക് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞ രീതിയിൽ ഇത് പ്ലാൻ ചെയ്യാം. ഔട്ട്സോഴ്സിങ് അഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് ഈ ആൻസർ എഴുതാമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഔട്ട്സോഴ്സിങ് അഗ്രിമെൻ്റ് അല്ല, ഇത് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻ്റ് ആണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്? അത് മനസ്സിലാക്കണ്ടേ? അല്ലാതെ പെട്ടെന്ന് നോക്കിയാൽ വെറുതെ ഒരു ഔട്ട്സോഴ്സിങ് അറേഞ്ച്മെൻ്റ് ആണെന്ന് തോന്നും. പക്ഷേ ഗെയിൻ ഷെയറിങ്ങിന് കുറച്ച് ഫണ്ടമെൻ്റൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അതിന്. അതെന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ശരി. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്തോട്ടെ. ഇത് റയ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ദേ ആർ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ. ദേ ആർ യൂസിങ് ട്രഡീഷണൽ മെത്തേഡ്സ് ഫോർ ഡയഗ്നോസിസ്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് traditional methods, they are not able to meet the demand and there is delay, waste of time and inefficiency, not only in the radiology department but in other departments as well. ഇപ്പോൾ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല എല്ലായിടത്തും വേസ്റ്റ് ഓഫ് ടൈം, ഇൻഎഫിഷ്യൻസി ഒക്കെ വരുന്നുണ്ട്. പേഷ്യൻസ് ഹാവ് ടു വെയിറ്റ് ഫോർ മോർ ദാൻ എ വീക്ക് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ്,
ലിവ് ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. സോ റയ ഇസ് പ്ലാനിങ് ടു ഔട്ട്സോഴ്സ്. എന്താ ഔട്ട്സോഴ്സ് ചെയ്യാൻ പോണത്? ഓൺലി ദ ഡയഗ്നോസ്റ്റിക് സർവീസ്. ആ സ്കാനിങ് എന്ന് പറഞ്ഞ ടാസ്ക് ലിവ് ലൈഫിന് ഔട്ട്സോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ലിവ് ലൈഫ് ഇസ് ആക്ച്വലി ആൻ ഇൻ്റർനാഷണൽ ചെയിൻ ഓഫ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ. Their promise is that they can diagnose within 24 hours. Okay. So, the agreement. So, basically, നമ്മൾ പറയുമ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് എന്താണ്? ഡിസ്കസ് ദ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ടു. ഈ അഗ്രിമെൻറ്റ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. So, basically, this type of agreement is known as gain sharing arrangement. ഇതിന് gain sharing arrangement എന്ന് പറയും. So, what is that speciality of gain sharing arrangement? നമുക്ക് ആദ്യം gain sharing arrangement എന്താണെന്ന് നോക്കാം. So, തിയറി പറയണത് എന്താണെന്ന് നോക്കാം. ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് ഇസ് ആൻ അപ്രോച്ച് ടു റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ് ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഓർ സീരീസ് ഓഫ് കോൺട്രാക്ട് വേർ ദി അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ബെനിഫിറ്റ്സ് ടു ബോത്ത് ദി പാർട്ടീസ്. ഓക്കെ. സോ ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് ഇസ് ആൻ അപ്രോച്ച് ടു എന്താ ഇവിടെ ചെയ്യുന്നത്? Review and adjust an existing contract or series of contract. So in gain sharing arrangement, what is happening? We are going to review and adjust an existing contract or series of contract in such a way that the adjustment provides benefits to both the parties. രണ്ട് പാർട്ടിക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സീരീസ് ഓഫ് കോൺട്രാക്റ്റിനെ റിവ്യൂ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ഓർ സീരീസ് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് വരും, നിങ്ങൾക്കൊരു ഡൗട്ട് വരും ചിലപ്പോൾ, അതിന് ഇതെങ്ങനെ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ആവണത്? ദർ ഇസ് നോ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ബിറ്റ്വീൻ റയ ആൻഡ് ലിവ് ലൈഫ് അല്ലേ? എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ഉണ്ടോ? ഇല്ല, പുതിയ കോൺട്രാക്റ്റ് അല്ലേ? അപ്പോൾ പിന്നെ ഇതെന്താ ഇങ്ങനെ വരുന്നത്? ഡൗട്ട് വരില്ലേ? സോ ഇത് തിയറിയിൽ ഇങ്ങനെ പറയണതാണ്. ഇത് നമ്മൾ വായിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, an approach to review and adjust an existing contract or series of contract. This can be read as കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ലിറ്ററൽ മീനിങ് അങ്ങനെ എടുക്കണ്ട. കോൺട്രാക്ട് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റീഡ് ആസ്, ഇറ്റ് ക്യാൻ ബി റെഡ് ആസ് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഓർ സിറ്റുവേഷൻ. അങ്ങനെ വായിച്ചാലും മതി, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ലിറ്ററൽ മീനിങ് എടുക്കണ്ട. മനസ്സിലായോ? An approach to review and adjust an existing situation or arrangement. ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ്, എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടി? രണ്ട് പാർട്ടീസ് വരും, അവർക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണത്. സോ വാട്ട് ഇസ് ദി എക്സിസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ്? ദി എക്സിസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇസ് ദാറ്റ് ഡയഗ്നോസ്റ്റിക് സർവീസസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ റയ ഇറ്റ് സെൽഫ് അല്ലേ? റയ തന്നെയാണ് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഡയഗ്നോസ്റ്റിക് സർവീസ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ ന്യൂ അറേഞ്ച്മെൻറ്റ് ഓർ വാട്ട് ഇസ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു? വി ആർ ഗോയിങ് ടു ഔട്ട്സോഴ്സ് ദിസ് ഡയഗ്നോസ്റ്റിക് സർവീസ് ടു ലിവ് ലൈഫിന് ഇത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ദർ വിൽ ബി ബെനിഫിറ്റ് ഫോർ ബോത്ത് ദ പാർട്ടീസ്. രണ്ട് പാർട്ടീസിനും ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ ഇതാണ് ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ദർ ഇസ് വൺ ഫണ്ടമെൻ്റൽ തിങ് അബൌട്ട് ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്, ഫണ്ടമെൻ്റൽ ഫോം ഓഫ് ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്. ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റിൽ സപ്ലയർ, ഇവിടെ ആരാണ് സപ്ലയർ? ലിവ് ലൈഫ്. സ്പെല്ലിംഗ് എന്തായിരുന്നു? LIV അല്ലേ? ലിവ് ലൈഫ് എന്നായിരുന്നു. ഓക്കെ. സോ ലിവ് ലൈഫ് അഗ്രീസ് ടു പെർഫോം ഇറ്റ്സ് സൈഡ് ഓഫ് ദ കോൺട്രാക്ട് with no guarantee of receiving payment. This is very important. This is the fundamental of gain sharing arrangement. Gain sharing arrangement inde fundamental idana. എന്താണ്? സപ്ലയർ അഗ്രീസ് ടു പെർഫോം ഇറ്റ്സ് സൈഡ് ഓഫ് ദി കോൺട്രാക്ട് വിത്ത് നോ ഗ്യാരണ്ടി ഓഫ് റിസീവിങ് ദി പേയ്മെൻറ്റ്. ആരാണോ ഇതിലെ സപ്ലയർ? ഇപ്പോൾ ഈ കേസിൽ ലിവ് ലൈഫാണ് സപ്ലയർ, അവരാണ് സർവീസ് കൊടുക്കാൻ പോകുന്നത്. ലിവ് ലൈഫ് വിൽ അഗ്രി ടു പെർഫോം ഇറ്റ്സ് സൈഡ് ഓഫ് ദ കോൺട്രാക്ട്. എൻ്റെ ഭാഗം ഞാൻ ചെയ്തോളാം, ഞാൻ ഡയഗ്നോസ്റ്റിക് സർവീസ് ഏറ്റെടുക്കാം. വിത്ത് നോ ഗ്യാരണ്ടി ഓഫ് റിസീവിങ് ദ പേയ്മെൻറ്റ്. എനിക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടിയും വേണ്ട, എന്നാലും ഞാൻ ചെയ്തോളാം. അതിനാണ് ഗെയിൻ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻ എ നോർമൽ ഔട്ട്സോഴ്സിംഗ് അറേഞ്ച്മെൻറ്റ് ദർ വിൽ ബി സം ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ് അല്ലേ? ഒരു പേയ്മെൻറ്റ് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു ഫിക്സഡ് ഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ഡയഗ്നോസ്റ്റിക് സർവീസിനും ഇത്ര റുപ്പീസ് വെച്ചിട്ട് തരും.
there will be some guarantee of payment. Whereas in a gain sharing arrangement there is no guarantee of payment. അപ്പോൾ ലിവ് ലൈഫ് റിസ്ക് എടുക്കുകയാണ്. ലിവ് ലൈഫിന് എങ്ങനെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? ലിവ് ലൈഫ് വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഓൺലി ഇഫ് ദർ ഇസ് സം കോസ്റ്റ് സേവിങ്സ് ടു റയ. റയ എന്ന് പറഞ്ഞ കമ്പനിക്ക് കോസ്റ്റ് സേവിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ കോസ്റ്റ് സേവിങ്സിൻ്റെ ഒരു ഷെയർ ആർക്ക് കിട്ടുള്ളൂ? ലിവ് ലൈഫിന് കിട്ടുള്ളൂ. സോ ദർ ഇസ് നോ ഗ്യാരണ്ടി ഓഫ് പേയ്മെൻറ്റ്. ഇതാണ് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്രക്സ്, ഫണ്ടമെൻ്റൽ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് നോക്ക്. ഇൻസ്റ്റെഡ് any payment received is based upon the benefits that emerge as a result of successful completion. ഈ ഒരു അഗ്രിമെൻറ്റിൻ്റെ സക്സസ്ഫുൾ കണ്ടീഷൻ കാരണം കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് വന്നു, ആ ബെനിഫിറ്റിനെ ബേസ് ചെയ്താണ് എന്ത് കിട്ടുള്ളൂ? പേയ്മെൻറ്റ് കിട്ടുള്ളൂ. മനസ്സിലായ? അതായത് ഈ ഡയഗ്നോസ്റ്റിക് സർവീസ് ആരാ എടുക്കാൻ പോണത്? ലിവ് ലൈഫ് എടുത്തു. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, if there is some benefits which is occurring to which the Raya is getting, റയക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബെനിഫിറ്റിനെ ബേസ് ചെയ്ത് ആർക്ക് പേയ്മെൻറ്റ് കിട്ടും? ലിവ് ലൈഫിന് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ ആണോടോ? ശരി. ഇനി നമുക്ക് ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ആൻസർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 3 പോയിൻറ്റ്സും പ്യുവർ തിയറിയാണ്. വാട്ട് ഇസ് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റ്, വാട്ട് ഇസ് ദ ഫണ്ടമെൻ്റൽ ഫോം ഓഫ് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അത് പ്യുവർ തിയറി. നെക്സ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്തിട്ട് പറയാം. സോ ലിവ് ലൈഫ് ആൻഡ് റയ ഹാസ് എൻറ്റേർഡ് ഇൻ ടു സച്ച് അഗ്രിമെൻറ്റ്. ലിവ് ലൈഫ് ആൻഡ് റയ അങ്ങനത്തെ ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തു. ആർക്കാ റിസ്ക്? ഇറ്റ് ഈസ് റിസ്കി ഫോർ ദ സപ്ലയർ. ലിവ് ലൈഫിന് അത് റിസ്ക്കിയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലിവ് ലൈഫ് കുഡ് സ്പെൻഡ് എ ഫോർച്യൂൺ ആൻഡ് വാക്ക് എവേ വിത്ത് നത്തിങ്. ലിവ് ലൈഫ് കുറേ ഇൻവെസ്റ്റ് ചെയ്ത്, ലിവ് ലൈഫ് കുഡ് ഡു എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കുഡ് വാക്ക് അവേ വിത്ത് നത്തിങ്. ഒന്നും കിട്ടാതിരിക്കാം. ബിക്കോസ് ബെനിഫിറ്റ് വന്നില്ലെങ്കിൽ ലിവ് ലൈഫിന് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ശരി. പക്ഷേ ഇഫ് ദ ബെനിഫിറ്റ് ടു റയ ആർ സബ്സ്റ്റാൻഷ്യൽ, ദെൻ ലിവ് ലൈഫ് കുഡ് ഗെറ്റ് റിവാർഡഡ്. ഇഫ് ദർ ഇസ് സം ബെനിഫിറ്റ് ടു റയ, ലിവ് ലൈഫിന് ബെനിഫിറ്റ് കിട്ടും. എങ്ങനെ ബെനിഫിറ്റ് കിട്ടാൻ പോണത്? ബിക്കോസ് അത് അവരുടെ അഗ്രിമെൻറ്റിൽ പറയുന്നില്ലേ? നമുക്ക് ചെക്ക് ചെയ്യാം. ഇതല്ലേ അവരുടെ അഗ്രിമെൻറ്റിൽ പറയണത്? ഇഫ് എനി കോസ്റ്റ് സേവിങ്സ് ഇസ് ജനറേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ, ദ സെയിം വിൽ ബി റീറ്റെയിൻഡ് ബൈ ലിവ് ലൈഫ്. മനസ്സിലായ? ലിവ് ലൈഫ് ഈസ് ഗോയിങ് ടു ഡു ദി ഡയഗ്നോസ്റ്റിക് സർവീസ് ഫോർ റയ ലിമിറ്റഡ്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, ഇഫ് റയ ലിമിറ്റഡ് ഇസ് ഗെറ്റിംഗ് സം കോസ്റ്റ് സേവിങ്സ്. എങ്ങനെ കോസ്റ്റ് സേവിങ്സ് ഉണ്ടാവും? നമ്മളിപ്പോൾ പഠിച്ചു, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റയ is using traditional methods for diagnosis. As a result of that, there are a lot of inefficiencies, not in radiology department alone, not only in radiology department, but throughout the system. അല്ലടാ, ഇപ്പോൾ റയല്ലേ സ്വന്തമായിട്ട് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് സർവീസ്. അത് കാരണം കൊണ്ട് റയയ്ക്ക് കുറേ ഇന്നെഫിഷ്യൻസി ഉണ്ടെന്ന് പറയണില്ലേ? അതായത് മൊത്തം സിസ്റ്റത്തിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ കുറേ ഇന്നെഫിഷ്യൻസി കാരണം കൊണ്ടുള്ള കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ if this diagnostic service is taken away, it is taken by the live life, റയയ്ക്ക് കോസ്റ്റ് സേവിങ്സ് ഉണ്ടാവും. കുറേ ഇന്നെഫിഷ്യൻസീസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് സേവിങ്സ് ഉണ്ടാവാം. അങ്ങനെ കോസ്റ്റ് സേവിങ്സ് ഉണ്ടായാൽ ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് സേവിങ്സ് എന്ത് ചെയ്യണം? അത് ഫുൾ ലിവ് ലൈഫിന് കൊടുക്കണം. ബിക്കോസ് റയയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? റയയ്ക്ക് ഒരു നഷ്ടമില്ല. കോസ്റ്റ് സേവിങ്സ് വന്നു. ആ സേവിങ്സ് ആർക്ക് കൊടുക്കണം? ലിവ് ലൈഫിന് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ റയയ്ക്ക് എന്താ ബെനിഫിറ്റ്? റയയ്ക്ക് വേൾഡ് ക്ലാസ് സർവീസ് കിട്ടുമല്ലേ? ബിക്കോസ് 24 hours റിപ്പോർട്ട് കൊടുക്കും എന്നാണ് ലിവ് ലൈഫ് പറഞ്ഞേക്കുന്നത്. സോ റയയ്ക്കും റയയുടെ പേഷ്യൻസിനും ഒക്കെ അത് ബെനിഫിറ്റാണ്. കോസ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. ആ കോസ്റ്റ് സേവിങ്സ് ഫുൾ ആർക്ക് കൊടുത്താൽ മതി? സേവിങ്സ് മാത്രം അതാർക്ക് കൊടുത്താൽ മതി? ലിവ് ലൈഫിന് കൊടുത്താൽ മതി. എങ്ങനെ സേവിങ്സ് വരും? വി ആർ ടേക്കിംഗ് ഔട്ട് സം ഇൻഎഫിഷ്യൻസീസ് ഫ്രം ദ സിസ്റ്റം. ദാറ്റ് കോസ്റ്റ് സേവിങ്സ് ഷുഡ് ബി പാസ്ഡ് ഓൺ ടു ലിവ് ലൈഫ്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ കോസ്റ്റ് സേവിങ്സ് 30 can be retained by Raya, but 70% has to be given to live life. ഓക്കെ, 30% റയയ്ക്ക് തന്നെ വെക്കാം, 70% ലിവ് ലൈഫിന് കൊടുക്കേണ്ടി വരും സെക്കൻഡ് ഇയറിൽ. സെക്കൻഡും തേർഡ് ഇയറിലും. ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ അങ്ങനെയാണ്. ഫോർത്ത് ഇയറിൽ എന്ത് ചെയ്യാം? ഫോർത്ത് ഇയറിൽ കോസ്റ്റ് സേവിങ്സ് ഉണ്ടെങ്കിൽ റയയ്ക്ക് തന്നെ റീറ്റെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ശരി. പിന്നെ ലിവ് ലൈഫിൻ്റെ
റയയുടെ ഐഡിയ കൊണ്ടുള്ള കോസ്റ്റ് സേവിങ്സ് വല്ലതും ആണെങ്കിൽ അത് ആർക്ക് വയ്ക്കാം എന്ന് പറയണത്, ഇറ്റ് ക്യാൻ ബി റീറ്റെയിൻഡ് ബൈ റയ എന്ന് പറയുന്നുമുണ്ട്. ഓക്കെ, അതായത് റയ തന്നെ ഒരു ഐഡിയ കൊണ്ടുവന്നു, റയയ്ക്ക് ഒരു കോസ്റ്റ് സേവിങ്സ് വന്നു, അത് റയയ്ക്ക് റീറ്റെയിൻ ചെയ്യാം. ഇറ്റ് നീഡ് നോട്ട് ബി പാസ്ഡ് ഓൺ ടു ലിവ് ലൈഫ്. ക്ലിയർ ആണോടാ? ഐഡിയ മനസ്സിലായോ? ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് കോസ്റ്റ് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റണമെന്ന്. ഓക്കെ, കോസ്റ്റ് സേവിങ്സ് ക്യാൻ ബി ഫ്രം, എന്തൊക്കെയാണ് പറയണത്? കോസ്റ്റ് സേവിങ്സ് ക്യാൻ ബി ഫ്രം, ഫസ്റ്റ് വൺ, റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് സപ്ലൈസ്. സപ്ലൈസിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് സേവിങ്സ് വരും. മാത്രമല്ല, ദിസ് MRI ആൻഡ് CT സ്കാൻ, നൗ ദിസ് സർവീസ് ഇസ് ഗോയിങ് ടു ബി ടേക്കൺ അപ്പ് ബൈ ദി ലിവ് ലൈഫ്, അല്ലേ? ലിവ് ലൈഫാണ് ചെയ്യാൻ പോണത്. അപ്പോൾ സപ്ലൈസ് കുറച്ച് റെഡ്യൂസ് ചെയ്യാമല്ലോ, ബിക്കോസ് ആ സപ്ലൈസ് ഒക്കെ ആര് വാങ്ങിച്ചോളും? ഇനി ലിവ് ലൈഫ് വാങ്ങിച്ചോളും. സോ ദർ വിൽ ബി സം കോസ്റ്റ് സേവിങ്സ്. ഇംപ്ലിമെൻറ്റിങ് ന്യൂ ടെക്നോളജി, എന്തെങ്കിലും ന്യൂ ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതുകൊണ്ട് കോസ്റ്റ് സേവിങ്സ് വന്നു. സപ്പോസ് നമുക്ക് മാൻ പവർ റെഡ്യൂസ് ചെയ്യാൻ പറ്റി, വി ആർ ഇംപ്ലിമെൻറ്റിങ് ന്യൂ ടെക്നോളജി ആൻഡ് ദർ ബൈ വി ക്യാൻ റെഡ്യൂസ് മാൻ പവർ, കോസ്റ്റ് സേവിങ്സ് ഉണ്ടാവും. കോസ്റ്റ് സേവിങ്സ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് ഡെലിവറി ടൈം ആൻഡ് എലിമിനേറ്റിംഗ് ഇൻഎഫിഷ്യൻസി, റെഡ്യൂസിങ് ഐഡിൽ ടൈം. സോ ഡെലിവറി ടൈം റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഇൻഎഫിഷ്യൻസി എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഐഡിൽ ടൈം റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ എന്ത് വരും? കോസ്റ്റ് സേവിങ്സ് വരും, അല്ലേ? ബിക്കോസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് ഡ്യൂ ടു ദിസ് വെയിറ്റിംഗ് പീരീഡ് ത്രൂ ഔട്ട് ദ സിസ്റ്റം ദർ ഇസ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നുണ്ട്. സോ ലിവ് ലൈഫ് ആണെങ്കിൽ ദേ വിൽ പ്രൊവൈഡ് ദിസ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് വിത്തിൻ 24 hours, അല്ലേ? അവർ 24 hours തരും. അപ്പോൾ ഡെലിവറി ടൈം കുറഞ്ഞു. അങ്ങനെ ഡെലിവറി ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഎഫിഷ്യൻസി, വി ക്യാൻ എലിമിനേറ്റ് മെനി എഫിഷ്യൻസീസ് ത്രൂ ഔട്ട് ദ സിസ്റ്റം. ഐഡിൽ ടൈംസ് റെഡ്യൂസ് ചെയ്യാം, അല്ലേ? ബിക്കോസ് ഈ റിപ്പോർട്ട് വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം അവരുടെ സർവീസ് തുടങ്ങാൻ. സോ ദർ മേ ബി സം ഐഡിൽ ടൈം. സോ സച്ച് ഐഡിൽ ടൈംസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അവിടെയൊക്കെ കോസ്റ്റ് സേവിങ്സ് വരില്ലേ? ഓക്കെ, സോ ഇതൊക്കെയാണ്, ദീസ് ആർ സം ഓഫ് ദി ഏരിയാസ് ഇൻ വിച്ച് റയ ക്യാൻ ഗെറ്റ് കോസ്റ്റ് സേവിങ്സ്. ഈ ഏരിയാസിലൊക്കെ അവർക്ക് കോസ്റ്റ് സേവിങ്സ് കിട്ടാം. ശരി, ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഗെയിൻ ഷെയറിങ്ങിലുള്ള. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബെനിഫിറ്റ് നീഡ് നോട്ട് ഓൾവേസ് ബി ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് മാത്രം ആവണം എന്നില്ല. ദർ മേ ബി നോൺ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആസ് വെൽ. റെപ്യൂട്ടേഷൻ ഓഫ് ദ കമ്പനി, ബിക്കോസ് 1 week വെയിറ്റ് ചെയ്യണം. ഈ ഹോസ്പിറ്റലിൽ പോയ സ്കാൻ റിപ്പോർട്ട് കിട്ടാൻ 1 week വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ആൾക്കാർ പോവാതിരിക്കും. അപ്പോൾ അങ്ങനെ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ടാവാം. റെപ്യൂട്ടേഷൻ കൂടുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 24 hours നമുക്ക് റിപ്പോർട്ട് കിട്ടും എന്ന് പറയുമ്പോൾ ദാറ്റ് customer perception about the company will increase. Okay, so non-financial benefits need also be considered. And ഈ ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമുണ്ട്. ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റ് ടു വർക്ക് ഔട്ട്, there should be greater openness and transparency between the two, Raya and Live Life. There should be greater openness and transparency. എന്തുകൊണ്ടാണ്? ബിക്കോസ് റയ ലിമിറ്റഡിന് കോസ്റ്റ് സേവിങ്സ് കിട്ടിയാൽ മാത്രമേ ദർ വിൽ ബി പേയ്മെൻറ്റ് ഫോർ ലിവ് ലൈഫ്. അപ്പോൾ കോസ്റ്റ് സേവിങ്സ് കിട്ടിയെന്ന് റയ തന്നെ പറയണ്ടേ? ഓക്കെ, എനിക്ക് മുമ്പ് ഇതായിരുന്നു കോസ്റ്റ്, ഇപ്പോൾ ഇതായി കോസ്റ്റ്. അപ്പോൾ ഇവരുടെ ബുക്സൊക്കെ ഓപ്പൺ ആയിരിക്കണം. അതായത് ദർ ഷുഡ് ബി ഓപ്പൺനെസ് ആൻഡ് ട്രാൻസ്പെറൻസി. ഇവർ രണ്ടുപേരും ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീറ്റെയിൽസും ഡേറ്റയൊക്കെ ഷെയർ ചെയ്യണം. ഓൺലി ദെൻ ദിസ് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റ് ക്യാൻ ബി വർക്ക്ഡ് ഔട്ട്. മനസ്സിലായോ? ഒരു ഔട്ട്സോഴ്സിങ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ഡയഗ്നോസ്റ്റിക് സർവീസിന് ഐ എം ഗോയിങ് ടു പേ യു 100 rupees എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡേറ്റയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡയഗ്നോസ്റ്റിക് സർവീസ് വന്നു കഴിഞ്ഞാൽ 100 rupees പേ ചെയ്യുക. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ദ പേയ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ ബെനിഫിറ്റ്സ്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ദർ ഷുഡ് ബി ഗ്രേറ്റർ ഓപ്പൺനെസ് ആൻഡ് ട്രാൻസ്പെറൻസി. ആൻഡ് ആക്ച്വലി ദിസ് ഇസ് എ വിൻ ഫോർ ബോത്ത് റയ ആൻഡ് ലിവ് ലൈഫ്, അല്ലേ? രണ്ടുപേർക്കും ഒരു വിൻ സിറ്റുവേഷൻ ആണ്. എന്താണ്? റയ ഇസ് ട്രൈങ് ടു പ്രൊവൈഡ് വേൾഡ് ക്ലാസ് സർവീസ് ആൻഡ് ലിവ് ലൈഫ് ഇസ് ട്രൈങ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് റയ, ആൻഡ് ദ നെറ്റ് ബെനിഫിറ്റ് വിൽ ബി ഷെയർഡ് ബൈ ബോത്ത് ഓഫ് ദം. അതായത് റയ ലിമിറ്റഡ് എന്താ ചെയ്യാൻ പോകുന്നത്? ദേ ആർ ട്രൈങ് ടു ഗിവ് വേൾഡ് ക്ലാസ് സർവീസ്. നമുക്ക് വേൾഡ് ക്ലാസ് സർവീസ് കൊടുക്കാൻ പോവാണ്. ആർക്ക്? കസ്റ്റമേഴ്സിന്, പേഷ്യൻസിന്. ലിവ് ലൈഫ്
റയയുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ റയക്ക് ഒരു ബെനിഫിറ്റ് അല്ലേ? ഇനി അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണ രീതിയിൽ ആ ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സ് ഉണ്ടാവുമ്പോൾ ആ ബെനിഫിറ്റ്സ് ആർക്കും കിട്ടും? ലിവ് ലൈഫിനും കിട്ടും. സോ ആക്ച്വലി ദിസ് ഇസ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഓഫ് ദ പാർട്ടീസ്, റയ ആൻഡ് ലിവ് ലൈഫ്. ഓക്കെ, വിൻ വിൻ സിറ്റുവേഷനാണ്. ബട്ട് വേഴ്സ്റ്റ് സിനാരിയോ വന്നു കഴിഞ്ഞാൽ, വേഴ്സ്റ്റ് സിനാരിയോ, ഇഫ് ദ വേഴ്സ്റ്റ് ഇസ് ഹാപ്പനിങ്, ദാറ്റ് ഈസ് ദർ ഇസ് നോ ബെനിഫിറ്റ്, ദെൻ ലിവ് ലൈഫ് വിൽ ഹാവ് ടു വാക്ക് ഔട്ട് വിത്ത് നത്തിങ്. ഒന്നും കിട്ടാതെ പോകേണ്ടി വരും. അതാണ് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ. ഓക്കെ, സോ ഹോപ്പ് യു ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഗെയിൻ ഷെയറിങ് അറേഞ്ച്മെൻറ്റ്. ഇത് നല്ലതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക. നമുക്ക് SCMPയുടെ ഫുൾ ക്ലാസ്സസ് teachable.com അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഏത് ടൈം വേണമെങ്കിലും പഠിക്കാം. ഇത് ഹൈബ്രിഡ് ക്ലാസ്സസ് ആണ്, അതായത് ജസ്റ്റ് റെക്കോർഡഡ് ലെക്ചേഴ്സ് മാത്രമല്ല, വീക്ക്ലി ടീച്ചറായിട്ടുള്ള ലൈവ് സെഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കേസ് സ്റ്റഡി, ഏതെങ്കിലും ഒരു കേസ് സ്റ്റഡി ഞാൻ ഇതേപോലെ എടുത്ത് യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഈസിയാണ്, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ അത് ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് തരാം. ഓക്കെ, so thank you.